ഞാൻ Mubashira Farooq. ചെടികളെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ എപ്പീഷ്യ അതല്ലെങ്കിൽ ഫ്ലെയിം വയലറ്റ് എന്നൊക്കെ പറയുന്ന ഒരു സൂപ്പർ പ്ലാന്റിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് ഹാങ് ചെയ്ത് വെച്ചിട്ടും പോട്ടിലൊക്കെ വളർത്താൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റിനെ കെയർ ചെയ്തെടുക്കാം. വലിയ കൂടുതൽ പ്രയാസപ്പെട്ട് പരിചരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിൾ കെയറിങ് ആണ്. അപ്പോൾ കൂടുതൽ ഫ്ലവേഴ്സ് നമ്മളെ പ്ലാന്റിൽ കിട്ടാനും നല്ല തിക്കായിട്ട് നമ്മളെ പ്ലാന്റ് വളർന്ന് വരാനൊക്കെ നമുക്ക് എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്യുക. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് നിങ്ങളുടെ സ്ക്രീനിൽ ലഭിക്കുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാൻ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഗാർഡൻ റിലേറ്റ് ചെയ്ത ഡൗട്ട്സുകളൊക്കെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ചെടികളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ പ്രിയ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മളുടെ ഈ ഒരു എപ്പീഷ്യ പ്ലാന്റിന്റെ കെയറിംഗ് ടിപ്സുകൾ എന്നൊക്കെ നമുക്ക് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ എപ്പീഷ്യ അല്ലെങ്കിൽ ഫ്ലെയിം വയലറ്റ് പ്ലാന്റ്. നല്ല ഭംഗിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു പ്ലാന്റാണിത്. ഇതിലേക്ക് കണ്ടില്ലേ, ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, ഇതിൽ ഒരുപാട് വെറൈറ്റീസ് നമുക്കുണ്ട്. അപ്പോൾ ഇതിലെ നോർമൽ വെറൈറ്റിയാണ് എല്ലാവരുടെ കയ്യിലും കാണപ്പെടുന്ന ഗ്രീൻ ഷെയ്ഡിൽ റെഡ് ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ്. അപ്പോൾ ഗ്രീനിൽ ഇതിലൊരു സിൽവർ ഡിസൈനിങ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലാന്റിന് പ്രത്യേക ഒരു ഭംഗിയാണ്. മറ്റ് എല്ലാ വെറൈറ്റീസിനേക്കാളും ഏറ്റവും ലുക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്ലാന്റാണ്. കാരണം ഗ്രീനിൽ സിൽവർ ഡിസൈനും ഒപ്പം തന്നെ നല്ല റെഡ് കളർ ഫ്ലവേഴ്സ് കൂടെ വരുമ്പോൾ പ്രത്യേക ഒരു ലുക്കാണ് ഈ ഒരു പ്ലാന്റ് കാണാൻ. ഇലകളിൽ വരുന്ന ഡിഫറെൻറ്റ് കളേഴ്സാണ് ഈ ചെടിയുടെ പ്രത്യേകത. നല്ല ഭംഗിയായിട്ടുള്ള ഒരുപാട് കളേഴ്സിൽ ഉള്ള ചെടികൾ ഇതിലുണ്ട്. ഇതിലെ പൂക്കളിൽ നമുക്ക് റെഡ്, ലൈറ്റ് പിങ്ക്, അതുപോലെ പിങ്ക്, ഓറഞ്ച് കളർ, യെല്ലോ കളറൊക്കെയാണ് ഫ്ലവേഴ്സ് വരുന്നത്. പക്ഷെ അതിനേക്കാളും ക്യൂട്ടായിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ ലീഫാണ്. ലീഫും അതിൽ ആ ഫ്ലവേഴ്സും കൂടെ വരുമ്പോൾ പ്രത്യേക ലുക്ക് തരുന്ന ഒരു പ്ലാന്റാണിത്. പിന്നെ നമ്മൾ ഇതിനെ പോട്ടിൽ വെച്ച് കഴിയുമ്പോൾ ആ പോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നിറഞ്ഞു വരുന്നത് കാണുമ്പോൾ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ്. ഇത് നമ്മളുടെ ഗാർഡനിലുണ്ടെങ്കിൽ പിന്നെ ആ ഗാർഡൻ്റെ ലുക്ക് വേറൊന്ന് തന്നെയായിരിക്കും. അത്രമാത്രം ഭംഗിയായിരിക്കും നമ്മളുടെ ഗാർഡൻ. കാരണം അത്ര സൂപ്പറായിട്ടുള്ളൊരു പ്ലാന്റാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ കെയറിങ്ങിനെ കുറിച്ച് നോക്കാം. വളരെ സിമ്പിളാണ് ഇതിൻ്റെ കെയറിങ്. പ്രത്യേകിച്ച് വലിയ പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെയിലിൽ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഡയറക്റ്റ് വെയിലടിക്കുന്ന ഭാഗത്താണെങ്കിൽ ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ കരിഞ്ഞു പോയി തുടങ്ങും. അപ്പോൾ നമ്മൾ ഒരു ഷെയ്ഡിലാണ് ഏറ്റവും നല്ലത്. ഷെയ്ഡ് മീൻ റൂഫിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോഴാകുമ്പോൾ ഒരു ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാതെ ഒന്ന് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഭാഗത്താണ് ഇത് വെച്ച് കൊടുക്കുന്നതെങ്കിൽ നല്ല ഗ്രോത്ത് ഈ പ്ലാന്റിനുണ്ടാകും. നല്ല തിക്കായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കും. നല്ല ഫ്ലവേഴ്സും ഉണ്ടായിരിക്കും. പിന്നെ ഇതിന് നല്ല ഫ്ലവേഴ്സ് വരാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ടിപ്പ് കൂടെ ഉണ്ട്. അത് ഞാൻ വീഡിയോയിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയാം. ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം. പിന്നെ നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് നല്ല വലിയ ലീഫൊക്കെ വന്നിട്ട് നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ എൻ്റെ എല്ലാ പ്ലാന്റ്സിനും എപ്സം സാൾട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ എപ്സം സാൾട്ടിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അത് മിക്സ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ചെടികൾക്ക് സ്പ്രേ ചെയ്യേണ്ടതെന്നും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ആഡ് ചെയ്തിടാം. എപ്സം സാൾട്ട് നമ്മുടെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലൊരു കളറ് നമ്മളുടെ ചെടിയുടെ ഇലകൾക്കും പൂക്കൾക്കും ഒക്കെ നല്ല കളറ് കിട്ടും. അതോടൊപ്പം തന്നെ നല്ല ഗ്രോത്ത് ആയിരിക്കും നമ്മുടെ ചെടിക്ക്. നല്ല ലഷായിട്ട് ചെടികൾ വളരാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഈ പോട്ടിൽ നമ്മൾ പുതുതായിട്ട് വെച്ച് കൊടുത്തതാണ് ഈ ഒരു ബ്രൗണിൽ റെഡ് ഫ്ലവറില്ല, നല്ല ബ്രൗൺ ലീവ്സാണ്. അതിൽ റെഡ് ഫ്ലവർ ഉള്ളത് പോട്ട് ഹാങ്ങിങ് പോട്ടിലേക്ക് പുതുതായിട്ട് മാറ്റി വെച്ചതാണത്. ഇത് ഗ്രീനിൽ നമ്മൾ നേരത്തെ കണ്ട ഈ സിൽവർ ഡിസൈനിനേക്കാളും കുറച്ചുകൂടി ഡിഫറെൻ്റ് ഉണ്ട്. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് സിൽവറാണ്. സിൽവർ ഒരു വൈറ്റ് ഷെയ്ഡിലേക്ക് വരുന്ന സിൽവറിലാണ് വരുന്നത്. അതാണ് ഏറ്റവും കൂടുതലായിട്ട് ഗ്രീനിനേക്കാളും അതിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് സിൽവർ ഡിസൈനാണ്. പിന്നെ ഇതൊരു ലൈറ്റ് ബ്രൗൺ എന്ന് പറയാം. പക്ഷേ ഇതിലേക്ക് നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗത്താണെങ്കിൽ വെയിൽ നന്നായിട്ട് വരുമ്പോൾ ഈ ഒരു കണ്ടില്ലേ, ഈ ലീവ്സിനൊരു ചെറിയ ചേഞ്ച് വന്നിരിക്കുന്നുണ്ടല്ലേ, ഇതിങ്ങനെ ഒരു ലൈറ്റ് പിങ്ക് ഡിസൈനിങ് കൂടെ അതിൻ്റെ ഇടയിലേക്ക് ആ ലീവ്സിൽ കയറി വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഹാങ്ങിങ്ങിൽ മാത്രമല്ല, ഇതുപോലെ നമുക്ക് പോട്ടിലും ഇതിനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല ഹൈ പോട്ടിലൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ തൂക്കി വെച്ച് തറയിൽ വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. താഴത്തേക്ക് ഇതിങ്ങനെ തൂങ്ങി വന്ന് കാണാൻ നല്ലൊരു ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ല രീതിയിൽ പോട്ട് മിക്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ഗ്രോത്താണ് ഇതിന്. പെട്ടെന്ന് തന്നെ നമ്മൾ വെച്ചിരിക്കുന്ന പോട്ട് നിറഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് വരും.
ഇനി നമുക്ക് ഈ ചെടിയുടെ മഴക്കാല പരിചരണം എങ്ങനെയെന്ന് നോക്കാം. വളരെ ഈസിയാണ്, പ്രത്യേകിച്ച് കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. മഴ കൊള്ളുമ്പോൾ നല്ല രീതിയിൽ ഗ്രോത്ത് കാണിക്കുന്നുണ്ട് ഈ ചെടിക്ക്. പൂക്കളിൽ ചെറുതായിട്ടൊരു ക്ഷീണം ഉണ്ടെന്ന് മാത്രം, കാരണം അത് മഴത്തുള്ളി അതിലേക്ക് വന്ന് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്ഷീണമുള്ളൂ. പക്ഷെ നമ്മുടെ ചെടി നല്ല ഹെൽത്തിയാണ് മഴക്കാലത്ത്, അപ്പോൾ മഴയിൽ നിന്ന് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മളുടെ ചെടികളിൽ ഒരുപാട് പൂക്കൾ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ചെറിയൊരു ടിപ്പ് പറയാം. നമ്മളുടെ ചെടികളിൽ ഒരുപാട് തളിർപ്പുകൾ, പുതിയ പുതിയ തൂമ്പുകൾ ഒരുപാട് വന്നു തുടങ്ങുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിലിങ്ങനെ പുതുതായിട്ട് വരുന്ന ചെറിയ ചെറിയ തൂമ്പുകൾ കണ്ടില്ലേ, ഇതുപോലത്തെ ചെറിയ തലപ്പുകൾ നമ്മൾ അതിൽ നിന്ന് നുള്ളിക്കളഞ്ഞു കൊടുക്കുക. അപ്പോൾ അങ്ങനെ നുള്ളി എടുക്കുന്ന സമയത്ത് അങ്ങനത്തെ അതുപോലെ മുഴുവനായിട്ട് കളയേണ്ട, ഇതുപോലെ വരുന്ന ചെറിയ ചെറുത് കുറച്ച് കുറച്ചെണ്ണം നമുക്ക് നുള്ളി കളഞ്ഞു കൊടുക്കാം. അപ്പോൾ എൻ്റെ ചെടിയിൽ അധികമൊന്നുമില്ല, കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് നുള്ളി എടുക്കുന്നതുകൊണ്ട് അധികം ഇങ്ങനത്തെ തലപ്പുകളൊന്നും ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ ഇടയ്ക്ക് ഞാനിതുപോലെ ഇങ്ങനെ നുള്ളി കൊടുക്കാറുണ്ട്. അപ്പോൾ നല്ല ഫ്ലവറിങ് നമ്മുടെ ചെടികൾക്ക് ഉണ്ടാകും. പക്ഷേ നമ്മൾ ഇനി ആ നുള്ളിയെടുത്ത ആ തലപ്പ് ഭാഗം നമ്മൾ വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മുടെ ചെടിയിൽ ഇതുപോലത്തെ കരിഞ്ഞ ഇലകളൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ആ ഇലകളൊക്കെ നമ്മൾ എപ്പോഴും എടുത്ത് ഒഴിവാക്കി നല്ല ഫ്രഷാക്കി നമ്മളെ പ്ലാന്റിനെ നിർത്തുക. ഇനി നമ്മൾ നേരത്തെ നുള്ളിയെടുത്ത തലപ്പുകളുണ്ടല്ലോ, അതിന് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയൊന്നും വേണ്ട. ഏതെങ്കിലും ഒരു പോട്ടിൽ കുറച്ച് മണ്ണ് നിറച്ചിട്ട് അതിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കുത്തി വെച്ച് കൊടുത്താൽ മതി, ഇങ്ങനെ നുള്ളിക്കളയുന്നൊക്കെ. അപ്പോൾ നമുക്ക് പുതിയ പ്ലാന്റ്സുകൾ ഒരുപാട് ആ ചെറിയ ചെറിയ തലപ്പുകളിൽ നിന്ന് തന്നെ നമുക്ക് പുതിയ പ്ലാന്റ്സുകൾ കിട്ടും. ഇതൊക്കെ ഇതുപോലെ നുള്ളിയെടുക്കുന്നൊക്കെ അങ്ങനെ വെച്ച് കൊടുത്താണ് ഒക്കെ നല്ല രീതിയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതിനെ വേസ്റ്റാക്കി കളയേണ്ട, എന്നാൽ നല്ല ഫ്ലവറിങ് നമ്മുടെ പ്ലാന്റിന് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് പുതിയൊരു പ്ലാന്റ് എങ്ങനെയാണ് ഇതിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്ന തലപ്പുകൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു ഹാങ്ങിങ് പോട്ടിലാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലത്തെ 2-3 കമ്പുകളൊക്കെ അതിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മുടെ പോട്ടിൻ്റെ സൈസിന് അനുസരിച്ച് നമുക്കിതിലെ തലപ്പുകളുടെ എണ്ണം കൂടുതൽ എടുക്കാം. കൂടുതൽ തലപ്പുകൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് പോട്ട് ഫില്ലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരെണ്ണം വെച്ച് കൊടുത്തു എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിവിടെ ഒന്നാണ് എടുത്തിരിക്കുന്നത്. ചെറിയൊരു കപ്പിലാണ് ഇപ്പോൾ വെച്ച് കൊടുക്കാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ ഒറ്റൊരു കമ്പാണ് എടുത്തിരിക്കുന്നത്. അത് പോട്ടി മിക്സ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മണ്ണും ചാണകപ്പൊടിയും അതുപോലെ കൊക്കോ പിറ്റും കൂടെ മിക്സ് ചെയ്തിരിക്കുന്ന മണ്ണാണ്. അതിലേക്ക് നമ്മുടെ പ്ലാന്റ് വെച്ച് ഒന്ന് അമർത്തി കൊടുത്തു. അത്രയേ ഉള്ളൂ ചെയ്തത്. ഒരാഴ്ച കൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റ് വേര് പിടിച്ച് കിട്ടും. അപ്പം നമ്മൾ പുതിയൊരു പ്ലാന്റ് വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതിനൊന്ന് ഷെയ്ഡിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ടൈം, ഈ ഒരു മഴക്കാലം എന്ന് പറയുന്നത് നമ്മുടെ പുതിയ പ്ലാന്റ്സുകളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റിയൊരു ടൈമാണ്. അപ്പോൾ എല്ലാവരുടെ കയ്യിലുള്ള ചെടികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പുതുതായിട്ട് മുളപ്പിച്ചെടുക്കാം. അപ്പോൾ മിക്ക ചെടികളിലും ഇപ്പോൾ നല്ല രീതിയിൽ വേര് ഇറങ്ങി നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടാനൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എപ്പിഷ്യ പ്ലാനറ്റ് കെയറിംഗ് ടിപ്സ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്ലാന്റുകളൊക്കെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. നല്ല റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, സീ യു.